നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും. കൂടാതെ ഓൺലൈൻ UPS ലിഥിയം ബാറ്ററി, വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്, ഇൻവെർട്ടർ, ബാറ്ററി, ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സോളാർ, വാട്ടർ പ്യൂരിഫയർ, CCTV എന്നിവയുടെ മികച്ച ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം, അതും കുറഞ്ഞ ചെലവിൽ. ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ്, മേപ്പാടം, ചേലക്കര. ഫോൺ 6238311212. വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി ഷാജി കോടംകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയോട് പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ആരോഗ്യമന്ത്രിയുടെ അഹന്തയ്ക്കെതിരെയുമാണ് വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവൂർ ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗം KPCC സെക്രട്ടറി ഷാജി കോടംകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയാണ്. 75% സീറ്റുകൾ ആ കുട്ടികൾക്ക് വേണ്ടിയാണ്. എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ളപ്പോഴാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നത്, സർക്കാർ മെഡിക്കൽ കോളേജുകൾ. എന്തുകൊണ്ടാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരുന്നത്? സർക്കാർ മെഡിക്കൽ കോളേജുകൾ വന്നാൽ മാത്രമേ പാവപ്പെട്ടവർക്ക് ചികിത്സ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ വാപ്പുട്ടി, PS രാജൻ, ബ്ലോക്ക് സെക്രട്ടറി രവീന്ദ്രൻ തിച്ചൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം വീരചന്ദ്രൻ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശശി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസന്തി, പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ തളി, MS രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അബൂബക്കർ കുളത്തിങ്കൽ, മോഹനൻ, ഹമീദ് വളവ്, നാഫി പെരുമ്പുള്ളി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, വരവൂർ.